UGC നെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ വന്നു. എനിക്ക് പ്രതീക്ഷ മാർക്കൊന്നുമില്ല, മാർക്ക് വളരെ കുറവാണ്, വളരെ ടെൻഷനിലാണ് എന്താണ് ചെയ്യേണ്ടത്. എന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ UGC നെറ്റ് ആൻസർ കീ വന്നിട്ട് പ്രതീക്ഷ മാർക്ക് ലഭിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് ആദ്യം തന്നെ പറയാം. നല്ല മാർക്ക് കിട്ടിയ ജയിക്കാൻ നല്ല സാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അഭിനന്ദനങ്ങൾ. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഈ വീഡിയോ പ്രതീക്ഷ മാർക്ക് ലഭിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നല്ല മാർക്കുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മാർക്ക് കുറഞ്ഞ ആളുകളുടെ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല. നമ്മൾ പേഴ്സണലി നമ്മളൊരു പഠിപ്പിച്ചാൻ തോന്നുമല്ലോ, നന്നായി പഠിക്കുക എന്നുള്ള ടേം മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എനിക്ക് വളരെയധികം മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളുടെയൊക്കെ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്ര സീരിയസ് ആയി പ്രിപ്പയർ ചെയ്തിരുന്നില്ല, അന്ന് എനിക്ക് ഇതിനേക്കാളേറെ മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് എനിക്ക് പിന്നെ ഞാൻ ഒരുപാട് പഠിച്ചു. ഓക്കെ, മേ ബി ചിലപ്പോൾ കോച്ചിങ്ങിൻ്റെ ഭാഗമായി, പല സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇന്ന് എനിക്ക് അത്രയും മാർക്കില്ല, അതിനേക്കാളേറെ മാർക്ക് കുറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് എക്സാമുകൾക്ക് ഞാൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മാർക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ എഫേർട്ടും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പേഴ്സണൽ ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളാണ്, അല്ലെങ്കിൽ സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു സമയത്ത് എല്ലാവരും കടന്നു പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, മനസ്സിലാക്കുന്നു. ആ ഒരു മേ ബി ഞാനും ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പരീക്ഷകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ, ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പരാജയപ്പെട്ടവരോട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പരാജയങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യം എനിക്ക് പറയാനുള്ളത്, എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റിൽ നമ്മൾ ജയിക്കുക എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. സ്റ്റിൽ നമ്മൾ ജയിക്കുക എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആൻസർ കീ ചലഞ്ചിൻ്റെ ടൈമാണ്. നമുക്ക് തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ വിശദമായിട്ട് പഠിക്കുക, ഒരുപാട് നന്നായിട്ട് അസസ് ചെയ്യുക. അത് എല്ലാ അർത്ഥത്തിലും തെറ്റന്നല്ലേ എന്ന് ഉറപ്പുവരുത്തുക. എവിടെയെങ്കിലും ഒരു ആൻസർ കീ എറർ ഇല്ലല്ലോ എന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മൾ സങ്കടത്തിലാണ്, നമ്മൾ നല്ല ടെൻഷനിലാണ്, ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് തെറ്റിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അത് 20 ആണെങ്കിലും 50 ആണെങ്കിലും 80 ആണെങ്കിലും 100 ആണെങ്കിലും എല്ലാ ചോദ്യങ്ങളും പോയി നിങ്ങൾ നോക്കുക. അതിൻ്റെ മിസ്റ്റേക്കുകൾ ശരിക്കത് തെറ്റല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റായിട്ട് പറയാനുള്ളൊരു കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി ഞാൻ പറഞ്ഞു, പ്രതീക്ഷകളാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, നമ്മുടെ ശശാങ്ക് റിഡംഷനിലെ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും, റിമെമ്പർ റാഡ്, ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് ഓഫ് ദ ഗുഡ് തിങ്സ് ആൻഡ് നോ ഗുഡ് തിങ്സ് എവർ ഡൈസ്. നിങ്ങൾ ഫേമസ് ഡയലോഗ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. റിസൾട്ട് വരുന്നുണ്ടല്ലോ, ഒഫീഷ്യലി ഇതുവരെ നമ്മൾ തോറ്റിട്ടൊന്നുമില്ല. ഓക്കെ, മുൻ വർഷങ്ങളുടെ എക്സാമുകളിൽ ഒരുപാട് സബ്ജക്റ്റുകൾ കട്ട് ഓഫ് 140, 130 കാറ്റഗറി അനുസരിച്ചൊക്കെ ലെവലിലേക്ക്, അതിൻ്റെ കാളരൊക്കെ താഴെ വന്ന വർഷങ്ങളുണ്ട്. 230, 240 മുകളിലേക്ക് കൂടിയ വർഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മളൊരു ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക, ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കേസ്, ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെട്ടെന്ന് അടുത്ത എക്സാമിലേക്ക് പോവുക, പെട്ടെന്ന് അടുത്ത എക്സാം പ്രിപ്പറേഷൻ നടത്തുക, സീരിയസ് ആയിട്ട് അടുത്ത ജൂൺ എക്സാമിലേക്ക് നോക്കുക. ഞാൻ പറയും, അടുത്ത ജൂൺ എക്സാമിലേക്ക് നോക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് ചോദിച്ചാൽ, ആ ഡിസിഷൻ ഇമോഷണൽ ആണോ അല്ലെങ്കിൽ ആ ഡിസിഷൻ ലോജിക്കൽ ആണോ എന്നുള്ളത് കൂടി ഒന്ന് ആലോചിച്ചാൽ നന്നാവും. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഡെഫിനറ്റ്ലി ഏതൊരു മത്സര പരീക്ഷകൾക്കും ഏറ്റവും നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. എത്ര നേരത്തെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് അഡ്വാൻറ്റേജുകളുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇമോഷണൽ ആയിരിക്കും, സങ്കടത്തിലായിരിക്കും, ഡെസ്പറേറ്റ് ആയിരിക്കും, ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അടുത്ത എക്സാമിന് പഠിക്കുക എന്നുള്ളത് ഒരു ഇമോഷണൽ ഡിസിഷൻ ആയിരിക്കും. ആ ഇമോഷണൽ ഡിസിഷൻ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,
ഈ ഒരു സങ്കടവും ഈ ഡിസപ്പോയിൻമെൻറ്റും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കഴിയും. നമുക്കറിയാലോ, മുമ്പ് നമ്മൾ എക്സാമിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കൺഫ്യൂസിങ്ങും ആ ടെൻഷനും ആ ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. മേ ബി ഓരോരുത്തരുടെയും ടൈം ഫ്രെയിമൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലർക്ക് മാസങ്ങളായിരിക്കാം, ചിലർക്ക് ദിവസങ്ങളായിരിക്കാം, ചിലർക്ക് വർഷങ്ങളായിരിക്കാം. ബട്ട് നമ്മൾ മനുഷ്യന്മാർ ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഇമോഷണലായിട്ട് പെട്ടെന്ന് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഓക്കെ, നമുക്ക് ആ ഒരു പേസ്, ആ കൺസിസ്റ്റൻസി നമുക്ക് നിലനിർത്താൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം, ഓക്കെ, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്, നല്ല സങ്കടമുണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന സമയത്ത്, ഓക്കെ, സീരിയസ് മോഡിലേക്ക് നിങ്ങൾ റിസൾട്ട് വന്നിട്ടാണ്, ഞാൻ ഇപ്പം പറയാം, പെട്ടെന്ന് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, കാരണം ഈ പെട്ടെന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് ഇമോഷണൽ ആയിരിക്കും, ലോങ് ടൈമിലേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷ മാർക്ക് കിട്ടാത്തത് എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് മനസ്സിലായല്ലോ, ഏതൊക്കെയാണ് നിങ്ങൾ തെറ്റ് എന്നുള്ളത് കിട്ടിയല്ലോ. ഏതൊക്കെയാണ് നിങ്ങളുടെ തെറ്റ് എന്ന് കിട്ടിയാൽ, ഓക്കെ, ഏതൊക്കെയാണ് നിങ്ങളുടെ തെറ്റ് എന്ന് കിട്ടിയാൽ പിന്നെ ആലോചിക്കുക, ഇതെന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിയത്. നിങ്ങൾ 25 ക്വസ്റ്റ്യൻ തെറ്റി അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻ തെറ്റി, ആ ക്വസ്റ്റ്യൻ മാത്രം നോട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന്. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റിയത്? ഈ ക്വസ്റ്റ്യൻ പഠിക്കാത്തതുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ്? ഇത് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് തെറ്റിയത്? ഇത് ഞാൻ മറന്നുപോയതാണ്. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് തെറ്റിയത്? മറന്നുപോയതാണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കേണ്ടത് റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ് പ്രോപ്പർലി. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ പ്രിപ്പറേഷൻ എനിക്ക് പ്രതീക്ഷ മാർക്ക് ലഭിക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഹോപ്പ്ഫുള്ളി എന്തുകൊണ്ടാണ് ആളുകൾക്ക് സാധാരണ പ്രതീക്ഷ മാർക്ക് ലഭിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് വിജയിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ഞാൻ പ്രതീക്ഷ മാർക്ക് ലഭിക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. റിവിഷനാണോ, പഠിക്കാത്തതാണോ, അത് തീരുമാനിച്ചിട്ട് വരുന്ന എക്സാമിന് എങ്ങനെയാണ് നിങ്ങളത് സോൾവ് ചെയ്യുക എന്നുള്ളതും ഒരു തീരുമാനമാക്കിയിട്ടായിരിക്കണം നിങ്ങൾ അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതൊരു ഗ്രാജുവലി പോയാൽ മതി. ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനൊക്കെ മേ ബി നിങ്ങൾ ചിലപ്പോൾ റിസൾട്ടൊക്കെ വന്നിട്ടായിരിക്കും, നോ ഇഷ്യൂ അറ്റ് ആൾ. റിസൾട്ട് വന്ന് ഈ മാസം അവസാനത്തോടുകൂടി റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 4-5 മാസമൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച് അത്യാവശ്യം പഠിച്ച് സീരിയസ് ആയി പഠിച്ചാൽ എങ്ങനെയായാലും JRF കിട്ടും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ ഇമോഷണലി ആയിട്ട് ബ്രോക്കൺ ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ചുകൂടി ലോജിക്കലി ആലോചിച്ചുകൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് ഈ ഒരു കേസിൽ ഐ വിൽ സേ വളരെ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, വളരെ ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, മുമ്പ് നമ്മൾ ഒരുപാട് പരീക്ഷയ്ക്ക് പരാജയപ്പെട്ട പോലെ, ആ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ട ശേഷം നമ്മൾ ഇമോഷണലി ഡിസിഷൻ എടുത്ത പോലെ, എന്നിട്ട് ആ ഡിസിഷൻ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുപോലെ, വീണ്ടും നമുക്ക് പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്തതുപോലെയുള്ള കുറേ ഇൻസിഡൻസ്, കുറേ സൈക്കിളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ സിമിലർ സൈക്കിൾ ഒരു പക്ഷേ ഇപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയാണ്. ഒന്ന്, റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ജയിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒരു കേസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻസർ കീ നന്നായിട്ട് നോക്കുക, മിസ്റ്റേക്കുകൾ വിശദമായിട്ട് പഠിക്കുക, എന്തെങ്കിലും ആൻസർ കീ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട്, ഇമോഷണലി പെട്ടെന്ന് തീരുമാനമെടുത്തിട്ട് അടുത്ത എക്സാമിന് സീരിയസ് ആയിട്ട് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങണമെന്നില്ല. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങൾ പരാജയപ്പെടാനുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ മാർക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നാലേ നമുക്ക് അഥവാ ഇപ്രാവശ്യം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം വിജയിക്കുന്ന എല്ലാവരും വിജയിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കാണാം ഒരുപാട് എങ്ങനെ ഉണ്ടാവും റിസൾട്ട് എന്നുള്ളത്.